നീയൊരു വരുത്തന, വലിയ ആളാകണമെന്ന് നിൽക്കണ്ട കേട്ടോ. നമ്മുടെ നാട്ടിൽ പുതിയതായി ഒരു താമസക്കാരൻ വരുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ പറയാറില്ലേ, അങ്ങേയറ്റം സംസ്കാരമില്ലാത്ത മനുഷ്യരാണ് ഇതുപോലെ ചിന്തിക്കുന്നത്. പക്ഷേ ആ ഒരു അധിക്ഷേപം പലരുടെയും മനസ്സിനെ മുറിവേൽപ്പിക്കാം. ചിലപ്പോൾ വലിയ പ്രതികാര ചിന്ത പോലും ഉണ്ടാകാം. കൊല്ലം പുത്തൂരിൽ ചെറിയൊരു പ്രകോപനമാണ് അയൽവാസിയുടെ ജീവനെടുത്തത്. അയൽവാസികളായ സുനിലും ആദർശും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുമ്പോൾ വാക്കുതർക്കമുണ്ടായി. അതിനിടെ സുനിൽ ആദർശിനെ കോടാലി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ഇരുവരും സുനിലിന്റെ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്നു. ഇതിനിടെ ഭരത്തന്മാർ ആളാവണ്ട എന്ന ആദർശിന്റെ പരാമർശം സുനിൽകുമാറിനെ പ്രകോപിതനാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. വീട്ടിനുള്ളിൽ നിന്നും കോടാലി എടുത്തുകൊണ്ടുവന്ന് ഇരിക്കുകയായിരുന്ന ആദർശിന്റെ തലയിൽ അടിച്ചും വെട്ടിയും കൊലപ്പെടുത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ആദർശ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. സുനിൽകുമാർ തന്നെ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പുത്തൂർ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. വിശദമായ ചോദ്യം ചെയ്യലിൽ മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസിന് വ്യക്തമായി. സുനിൽകുമാർ തനിച്ചായിരുന്നു അയാളുടെ വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. ഇരുവരും അവിവാഹിതരാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.